ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇത് വെളിയിൽ കണ്ടോ, രാവിലെ തന്നെ എന്ത് നല്ല കാറ്റാണ് നോക്ക്. ഇവിടെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു, ഇത്ര നല്ല കാറ്റ്. ഭയങ്കര കുളിര് തോന്നുന്ന കാറ്റാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ വന്ന് വെളിയിൽ ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു സുഖമാണെന്നറിയോ. നല്ലൊരു തണുപ്പും നല്ല കാറ്റും, നമ്മുടെ മൈൻഡൊക്കെ നല്ലതായിട്ട് റീഫ്രഷ് ആവും. അപ്പം ഇങ്ങനെ തന്നെ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു മട്ടൻ കറിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ വെറൈറ്റി മട്ടൻ കറി, എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മട്ടൻ കറിയാണ്. അപ്പോൾ അത് ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കമോൺ. നമ്മുടെ മട്ടനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേട്ടോ. നല്ല അടിപൊളി മട്ടനാണ്. മെയിനായിട്ടും മട്ടൻ വാങ്ങുമ്പോൾ നമ്മുടെ മുട്ടനാടിൻ്റെ ഇറച്ചി വാങ്ങാൻ നോക്കുക. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റും എല്ലാം കൊണ്ടും നല്ലത് അതാണ്. അപ്പോൾ അത് നമുക്ക് 1.5 കിലോ മട്ടനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. മട്ടനൊക്കെ നല്ല ഉളുമ്പ് മണമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് കഴുകുമ്പോൾ നല്ല വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് കഴുകുക. ഞാനപ്പം കുറച്ച് തൈരിലാണ് ഇത് കഴുകുന്നത്. തൈരിൽ കഴുകുകയാണെങ്കിൽ ഒരു ടിപ്പും കൂടിയാണിത്, വളരെ ശ്രദ്ധിച്ചോളുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. തൈരിൽ കഴുകുകയാണെങ്കിൽ നമ്മുടെ മട്ടൻ്റെ മട്ടൻ എന്നല്ല, ഏതൊരു മീറ്റ് ഐറ്റം ആയാലും തൈരിൽ കഴുകുകയാണെങ്കിൽ അതിൻ്റെ ഉളുമ്പ് മണം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് മട്ടൻ തൈരിൽ നന്നായിട്ട് കഴുകി കണ്ടില്ലേ, നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്മെല്ലോ ഒരു ബാഡ് സ്മെല്ലോ ഒന്നും തന്നെ ഇല്ല. നല്ല വൃത്തി, നല്ല ഫ്രഷായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മട്ടനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു പാത്രം, ഒരു പ്ലേറ്റ് നിറയെ ചെറിയുള്ളി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടില്ലേ, നമ്മുടെ മട്ടൻ കറിക്ക് ചെറിയുള്ളിയാണ് ബെസ്റ്റ്. ചെറിയുള്ളിയുടെ ഗുണം പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. അതുകൊണ്ട് കറിക്ക് എപ്പോഴും ടേസ്റ്റ് കൂടാൻ ചെറിയുള്ളിയാണ് ബെസ്റ്റ്. അപ്പോൾ പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പേസ്റ്റല്ല, ചതച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് രണ്ടല്ല 3 ഐറ്റം ഇവിടെ റെഡിയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ചെറിയുള്ളി ഏറെ ഇടുന്നത് ഏതൊരു കറിക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് മട്ടൻ കറിക്ക് ചെറിയുള്ളി ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് കാണിക്കാം. ഇപ്പം ഞാനിവിടെ പാത്രം, ചെറിയൊരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പട്ട മസാല തയ്യാറാക്കാനാണ്. അതിന് സ്പെഷ്യൽ മസാലയാണ്. നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം, ജീരകം ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച മസാലയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാകും, പക്ഷേ ഇത് എൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ്. ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം, ഒന്ന് തണുക്കാൻ വെക്കണം. ഇത് ഇവിടെ നിന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി, നമ്മൾ മറ്റേ ഇതെല്ലാം വറുത്ത പാത്രത്തിൽ തന്നെ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ നമ്മുടെ മട്ടൻ മസാല, അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മസാലകളെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ, ചെയ്തിട്ടാണോ കറി വെക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കറിക്ക്, വെറുതെ പറയുന്നതല്ല, നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കണ്ടില്ലേ, മൂപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊന്ന് മാറി വരും. കറിക്ക് നല്ല കളറും കിട്ടും, നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പം പ്ലീസ് നിങ്ങളെല്ലാവരും ഇതുപോലെ എപ്പോഴെങ്കിലും മട്ടൻ വാങ്ങുകയാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം ഇതെല്ലാം കൂടി മസാലയെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം, അതിൽ കരിഞ്ഞു പോയാൽ പിന്നെ കറി കയ്പ്പ് വരും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യാം. പിന്നെ നമ്മൾ മുമ്പേ ഈ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ ഒക്കെ വറുത്തപ്പോൾ സാദാ ജീരകം വറക്കാൻ മറന്നുപോയി. അപ്പോൾ ആ പൊടിയെല്ലാം വറുത്ത അതിൽ തന്നെ ഞാൻ കുറച്ച് ജീരകം കൂടെ, 1 സ്പൂൺ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, ഒരുപാടാകാനും പാടില്ല. 1 സ്പൂൺ ജീരകം അതും കൂടെ വറുത്തെടുത്ത് മുമ്പേ എല്ലാം വറുത്ത് വെച്ച സാധനം എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊരു ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ചൂട് പോയ ശേഷം ഇത് പൊടിക്കാവൂ. നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. കാരണം അത് തുറന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു മണം, നല്ലൊരു ഫ്ലേവർ. ഇത് കറിക്ക് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും കൂട്ടും. ഇതൊരു സ്പെഷ്യൽ മസാലയാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മസാല ഉണ്ടാക്കിയിട്ട്. ഇനി ബാക്കി പരിപാടി,
ഒരു കുക്കർ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു കുക്കറാണ്. ഇത്രയും വലിയ കുക്കറിൻ്റെ ആവശ്യമില്ല, പക്ഷേ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മുമ്പേ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ ഇട്ട് കൊടുക്കണം. ഞാൻ അതിലേക്ക് മട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. മുമ്പേ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി കുറച്ചിട്ട് കൊടുക്കുക. മൊത്തം ഇട്ടിട്ടില്ല, കുറച്ച് മാത്രം ഇട്ട് കൊടുത്തു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതും മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, കുറച്ച് മാത്രം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില ഇച്ചിരി ഏറെ ഇടുന്നുള്ളൂ. കാരണം മല്ലിയിലയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ. അത് മല്ലിയില നല്ലതും കൂടെയാണ് കറിക്ക്. പിന്നെ മുമ്പേ മൂപ്പിച്ച് വെച്ച മസാല മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ സ്പെഷ്യൽ മസാല അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണ്. അതും ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഒരു അളവിന് ഈ കറിക്ക് വേണ്ട അത്രയായിരുന്നു ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാനത് മുഴുവനും പൊടിച്ച് വെച്ച മസാലയും മൂപ്പിച്ച് വെച്ച മസാലയും എല്ലാം മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലിട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും എല്ലാം ആഡ് ചെയ്തിട്ട് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുക. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിലാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ഷെയ്ക്ക് ആവുന്നുണ്ട് വീഡിയോ എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിലോട്ടിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മട്ടൻ വേകേണ്ട ഒരു പരുവത്തിന് നിങ്ങൾക്ക് തോന്നുന്ന അത്ര അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതേ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ഏകദേശം ഒരു 5 വിസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 5 വിസിൽ കഴിയുമ്പോൾ ഇത് ഞാൻ അങ്ങനെ വയ്ക്കും, ഫ്ലെയിം ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് അതിൻ്റെ വിസിലെല്ലാം അതിൻ്റെ ആവിയെല്ലാം കംപ്ലീറ്റ് പോയ ശേഷം തുറന്നു കാണിക്കാം. കുക്കറിൽ വെച്ച മട്ടൻ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് ഗ്രേവി ഉണ്ടാക്കണം. വലിയ മസാലയല്ല. അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൽ കുറച്ച് കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ മുമ്പേ ചെയ്ത് വെച്ച ചെറിയുള്ളിയില്ലേ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവിൽ വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞ് പോവുമോ എന്നാലും വേകാതിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് വേവാണ്. 5 വിസിൽ വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ആവിയിലിരുന്ന് അത് വെന്തു. ആവിയെല്ലാം പോയ ശേഷം ഞാനത് തുറന്നു. കറക്റ്റ് വേവാണ്. ഇപ്പുറത്ത് ഞാൻ ആ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതെല്ലാം മൂപ്പിച്ച ശേഷം അതിലേക്ക് 2 ചെറിയ തക്കാളി ഇട്ട് കൊടുത്തു. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് ആ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഒരുപാട് ഉപ്പ് വേണ്ട, കാരണം ഞാൻ കറിക്ക് ഓൾറെഡി 2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് വഴണ്ട് കിട്ടാനുള്ള ഉപ്പ് മാത്രം ഒന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില വിട്ടൊരു കളിയില്ല കേട്ടോ, നമ്മുടെ ജീവനാണ്. അത് വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ്, കടയിൽ നിന്ന് വാങ്ങിയതല്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ആ വേവിച്ച് വെച്ച നമ്മുടെ മട്ടൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഫുൾ അതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലൊന്നിരുന്ന് നന്നായിട്ടൊന്ന് കുറുകി ആ മസാലയും ആ ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയുടെ ഫ്ലേവറെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് മിക്സായിട്ട് പിടിക്കണം. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കാണാൻ തന്നെ ആ മസാല എല്ലാം പീസിൽ പിടിച്ചു വന്നപ്പോൾ തന്നെ അതിൻ്റെ കളർ മാറിയത് കണ്ടില്ലേ, നല്ലൊരു റെഡിഷ് കളറായിട്ടുണ്ട്. നല്ല അടിപൊളി കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി ഫ്ലേവറും നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട്. നിങ്ങൾ പ്ലീസ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അഡ്വാൻസ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.